ട്രാൻസ് വുമനെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ഇഷ്യൂസ് ആണ്. അപ്പൊ ട്രാൻസ് വുമൻസിന് സെക്സ് വർക്ക് ചെയ്തിട്ടെങ്കിലും പൈസ കണ്ടെത്താം മറ്റു കാര്യങ്ങൾക്ക്. ട്രാൻസ് വുമൻസിന് പലപ്പോഴും അത് സാധിക്കത്തില്ല, ഒരു തൊഴിൽ കിട്ടാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ബട്ട് ഐ തിങ്ക് നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മുടെ ശരീരത്തെ മാറ്റുക എന്നുള്ളത് ഒരു പ്രോസസ്സാണല്ലോ. അത് പല രീതിയിൽ അതിനെ എടുക്കാം. നേരത്തെ നമ്മൾ ശില്പന്റെ കാര്യം പറഞ്ഞപ്പോൾ സംസാരിച്ച് ഒരു പുരുഷന്റെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആ പുരുഷന്റെ ശരീരത്തിൽ നിൽക്കുമ്പോൾ ആ ശരീരത്തോട് തന്നെ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ശീതളിന് അങ്ങനെ ആ ഒരു പുരുഷനിലെ ഒരു ശരീരത്തിൽ നിൽക്കുമ്പോൾ ആ ഒരു ശരീരത്തോടുള്ള ഒരു വെറുപ്പ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സ്ത്രീ ആവണം, ഈ ഒരു പുരുഷ ശരീരത്തോട് വെറുപ്പ് തോന്നിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു? എനിക്ക് എൻ്റെ പുരുഷ ശരീരമാണെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ, ഞാൻ എൻ്റെ ഇടങ്ങളിലൊക്കെ ഞാനൊരു സ്ത്രീ ആയിട്ട് തന്നെയാണ് അവിടെ ഒരു ഫെമിനിറ്റി അടയാളപ്പെടുത്തിയിരുന്നത്. പിന്നെ നമുക്ക് ശരീരത്തിന്റെ അവയവങ്ങളോടുള്ള ഒരു വിമുഖതയാണ് പലപ്പോഴും എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. അതെല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഫിയർ ആണ്. അപ്പോൾ അത് ട്രാൻസിന് മാത്രമല്ല, എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഇപ്പൊ ഒരു പുരുഷനും ഉണ്ടാവും, സ്ത്രീക്കും ഉണ്ടാവും, അല്ലെ? ഇപ്പൊ ചില പുരുഷന്മാർക്ക് മീശയില്ലെങ്കിൽ അവരെന്താ കരുതുക, അയ്യോ എനിക്ക് മീശയില്ലല്ലോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എനിക്ക് ആ ഒരു അവയവം ഇല്ലല്ലോ, എനിക്ക് ആ ഒരു സംഭവം ഇല്ലല്ലോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ്. ആ ഒരു ഫിയറും ആ ഒരു ക്രൈസിസും ആ ഒരു ജെൻഡർ ഐഡന്റിറ്റി ക്രൈസിസ് എല്ലാവർക്കും ഉണ്ട്. അത് ചില സ്ത്രീകൾക്ക് ഉണ്ടാവില്ല, എനിക്ക് മറ്റു സ്ത്രീകളെ പോലെ ബ്രസ്റ്റ് ഇല്ല, എനിക്ക് മറ്റു സ്ത്രീകളെ പോലെ ബട്ടക്സ് ഇല്ല എന്നൊക്കെ ഉള്ള ഒരു കോൺഫ്ലിക്റ്റ്. യെസ്, സെയിം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്, ഐ ഐഡന്റിഫൈ ആസ് എ ഡോഗ്, ഐ ഐഡന്റിഫൈ ആസ് എ കാറ്റ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാലം ആളുകൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് വന്ന് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മളൊരു സമൂഹം ഉണ്ടാക്കിയെടുത്തൊരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചറിനെ അടുത്തുള്ള ഒരു എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഈ ഐ ഐഡന്റിഫൈ എസ് ചില ആളുകൾ അത് തമാശക്ക് വേണ്ടി പറയുന്നുണ്ട്. ഇപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഞാൻ ഒത്തിരി തവണ കേട്ടിട്ടുള്ളത്. എനിക്ക് അതിനെ കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റില്ല. മറ്റു സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ടെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ. പക്ഷെ മനുഷ്യനും മൃഗവും തമ്മിലുള്ളൊരു വ്യത്യാസം എന്തുകൊണ്ടാ? മനുഷ്യൻ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിലും മൃഗത്തിന് അത് അസാധ്യമല്ല എന്നുള്ള ഒരു രീതിയിലാവുന്നത് കൊണ്ടാണല്ലോ. അതന്നെയാണ് ഇതിലും അതിൻ്റെ ഒരു സംഭവം ഉള്ളത്. പക്ഷെ അത് ഒരു കെയർ സ്പെക്ട്രത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ആധുനിക കാലത്തിരുന്ന സംസാരിക്കുന്നത്, നമ്മൾ എവിടെ നിന്നാ വന്നത് ശരിക്കും? നമ്മള് വളരെ എന്താ പറയാ ഹോമോജനിക് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള ഒരു സ്പേസിൽ നിന്നുണ്ടായിട്ടുള്ള മനുഷ്യരാ നമ്മള്. നമ്മളെ കാലത്തിന്റെ പരിവർത്തനമാണ് നമ്മളെ ഈ നിലയിലുള്ള വസ്ത്രങ്ങൾ ഇടാനും ഇതുപോലുള്ള ശരീരപ്രകൃതിയെ ആസ്വദിക്കുവാനും ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിനെ അംഗീകരിക്കാനൊക്കെ നമ്മളെ പഠിപ്പിച്ചത്. മുമ്പത്തെ ആൾക്കാരാണെങ്കിൽ അല്ലേ, ഇപ്പോഴും അങ്ങനെയുള്ള ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ എന്തുകൊണ്ട് ആദിവാസികളെ നോക്കിയിട്ട് പറയുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് നാഗരികരാകുന്നില്ല? നമ്മുടെ ചോദ്യമാണല്ലോ അത്. നിങ്ങൾ എന്തുകൊണ്ട് നാഗരികരാകുന്നില്ല? നിങ്ങളുടെ ഈ ഒരു സംഭവമൊക്കെ വിട്. നിങ്ങളെ മൃഗത്തെ കൊല്ലരുത്, നിങ്ങൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, നിങ്ങൾ അഴുക്കും ചെളിയുമായി നിൽക്കരുത് എന്നൊക്കെ പറയുന്നൊരു ആ രീതി എന്തുകൊണ്ട് ആധുനികതയുടെ വർത്തമാനമാണ്. ആ വർത്തമാനം തന്നെയാണ് നമ്മൾ അവരോട് ചോദിക്കുന്നത്. അതിനങ്ങനെ കാണാൻ പറ്റുള്ളൂ. ശീതൾ നേരത്തെ ഈ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറഞ്ഞു, ഒരു എക്സ് പാർട്ട്ണർ ഉണ്ടായിരുന്നു എന്ന്. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കുന്നതും വിവാഹം ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അതായത് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാത്തൊരു കാലഘട്ടത്തിലായിരുന്നു ശീതളിന്റെ ഒരുപാട് വർഷത്തെ ഒരു റിലേഷൻഷിപ്പ്. അതെങ്ങനെയായിരുന്നു? അത് നല്ലതായിരുന്നു, റിലേഷൻ അടിപൊളിയായിരുന്നു, കുഴപ്പമുണ്ടായില്ല. കാരണം ജീവിച്ച സമയം വളരെ സന്തോഷകരമായിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ട്. ആ സമയത്ത്, അതായത് ഈ കമ്മ്യൂണിറ്റിനൊന്നും അറിയാത്ത സമയത്ത് എന്നെ കൈപിടിച്ച് നടന്നിട്ടുള്ള, അതാണ് അതിൽ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടൊരു പോയിന്റ്. ആ സമൂഹം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത, എന്താണെന്ന് തിരിച്ചറിയാത്ത ഒരു സമയത്താണ് ശീതളിന് അതുപോലത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങളൊരു 16 വർഷം ഒരുമിച്ചുണ്ടായിരുന്നു. മെമ്മറബിൾ മൂമെന്റ് ആയിരുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്കാണെങ്കിലും അങ്ങനെയുള്ള ഒരു മെമ്മറീസ് ഉണ്ട്. ആ സമയത്ത് എനിക്ക് ഞങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന് ഈ സമൂഹത്തോട് കാണിക്കാൻ പറ്റി എന്നുള്ളതാ, അല്ലെ? അത്രേ ഉള്ളൂ. ഇനിയിപ്പോ നമ്മള് വിവാഹം കഴിച്ചാൽ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല. വിവാഹം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക പലർക്കും പല രീതിയിലും. അപ്പൊ അത് വിവാഹത്തിലേക്കൊന്നും ഞങ്ങൾ പോണ്ട.
എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് കഴിയാന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കും ബ്രേക്കപ്പ് ആവാനും പറ്റിയത് കുറെ നാളുകൾക്ക് ശേഷം. ഈ കമ്മ്യൂണിറ്റി നിങ്ങൾ എപ്പോഴും ഒരു കൂട്ടായ്മയായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആ സമയത്ത് പോലും നമ്മൾ നോക്കുമ്പോൾ ഈ കമ്മ്യൂണിറ്റിക്കിടയിൽ നിന്ന് തന്നെ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടാവാറുണ്ട്. നല്ലതാണ്. അത് ഓൾറെഡി ഇപ്പൊ നമുക്കറിയാം. രാഷ്ട്രീയം എടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി, നെഗറ്റീവ് പാർട്ടി ഉണ്ടാവും. ഈ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആള് നാളെ വരെ രാഷ്ട്രീയ പാർട്ടി പോവും അല്ലെ. ഒരു ഫാമിലിയിൽ എങ്ങനെയാണ് ഫാദർ മദർ വഴക്കൂടും, തല്ലൂടും, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും, പുസ്തകം, ലിറ്ററേച്ചർ, ജുഡീഷ്യറി, എല്ലായിടത്തും ഈ പറയുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ സമൂഹത്തിൽ അതുണ്ട്. സ്ത്രീകൾക്കിടയിലും ഉണ്ടല്ലോ, പുരുഷന്മാർക്കിടയിലും ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മള് ഇപ്പം മീഡിയാസ് ഒക്കെ ഓപ്പൺ ചെയ്താല് ഈ ക്രൈമിൽ ഏറ്റവും കൂടുതൽ ആരാ ചെയ്യുന്നത്? പുരുഷന്മാരാണല്ലോ. സ്ത്രീകളായിരിക്കും രണ്ടാം സ്ഥാനത്ത്. ക്രൈമോ പിടിച്ചുപറിയോ മറ്റേ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത്, പീഡിപ്പിച്ചു, വിവാഹ വാഗ്ദാനം നൽകി, അങ്ങനെയൊക്കെ ഇതൊന്നും നമുക്കിടയിലില്ല. നമ്മുടെ ഇടയിൽ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവണം. അതെനിക്ക് തോന്നുന്നു ഉണ്ടാവണം അല്ലെ. അങ്ങനെ ഒരു, അതായത് വിയോജിപ്പുകളും യോജിപ്പുകളും ഒരുമിച്ച് അതിനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹത്തിനായിരിക്കും കുറച്ചും കൂടി ഒരു പവർ ഉണ്ടായിരിക്കുക. ഒരേ വേവ് ലെങ്ത് ആണെങ്കിൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഈ അടുത്ത് ഇപ്പൊ സീമാ വിനീത് പറഞ്ഞു, കല്യാണം കഴിഞ്ഞ ശേഷം ഒരാൾ ട്രാൻസ് ആയിട്ട് സ്വയം അടയാളപ്പെടുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വയം തിരിച്ചറിയുകയാണെങ്കിൽ അതൊരു തെറ്റാണ് എന്ന രീതിയിലാണ് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ശീതൾ ശ്യാമിന് അതൊരു തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ സമൂഹത്തിന് മുന്നിൽ കാട്ടിക്കൊടുക്കുന്നത്? അല്ല, ഒന്ന് സീമ പറഞ്ഞതിന്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാല് അത് അവരുടെ അഭിപ്രായമാണ്. അത് അവരുടെ അറിവില്ലായ്മയായിരിക്കും. നമ്മൾ എങ്ങനെയാണ് വളർന്നത് വന്നത് എന്നൊക്കെ സ്വയം നമ്മൾ തന്നെ ചിന്തിക്കണം. എന്നിട്ട് വേണം നമ്മൾ ഇത്തരം ഓപ്പൺ ആയിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരാള്, ഒരു നല്ലൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് ഇതുപോലൊരു തെറ്റായ മെസ്സേജ് കൊടുക്കുന്നത് ശരിയായിട്ട്? അതാ ഞാൻ പറഞ്ഞത്, അത് അറിവില്ലായ്മന്റെ പ്രശ്നമാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു ജീവിതം തകർത്തു എന്നുള്ളത്. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് എങ്ങനെയാ പെൺകുട്ടിയുടെ ജീവിതം തകരണേ? പെൺകുട്ടിക്ക് പണിയെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അവൾ ജീവിക്കും. ഇനിയിപ്പോ അവളുടെ അനുമതി ഉണ്ടായിട്ടാണ് കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൾ അതിനെ വളർത്തും. അല്ലെങ്കിൽ അവൾക്ക് വളർത്താൻ പറ്റില്ലെങ്കിൽ ഓപ്പോസിറ്റുള്ള ആൾക്ക് കൊടുക്കും. അവിടെ ഇങ്ങനെ ജീവിതം തകരുന്നത് അല്ലേ? പണ്ടത്തെ കാലത്തൊക്കെയാണെങ്കിൽ നമുക്ക് പറയാം അയ്യോ ജീവിതം തകർന്നത്. കാരണം ഭർത്താവിന്റെ കാശ് കൊണ്ട് ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ആളുടെ ഇതില് കുടുംബം എന്ന് പറയുന്ന സംഭവത്തെ നോക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു ഇതായിരുന്നു സ്ത്രീ എന്ന് പറയുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോ ഓപ്പൺ ആണ്. പെൺകുട്ടികള് ഡിവോഴ്സ് ആയാലും പെൺകുട്ടികൾ സുഖമായിട്ട് ജീവിക്കും. അവര് സുഖമായിട്ട് പണിയെടുക്കും. അവര് നല്ല മെച്ചപ്പെട്ട ജീവിതം നയിക്കും. പ്രൗഡ്ഫുൾ ആയിട്ട് അവർ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ടായിരുന്നു എന്നുള്ള അഭിപ്രായമുണ്ട്. കാരണം നമ്മൾ വളരെയധികം ഡൈവേഴ്സിറ്റി ഉള്ള ആളുകളാണ്. എനിക്കിപ്പോ ഒരു ട്രാൻസിനോടോ, എനിക്ക് പുരുഷനോടോ, എനിക്കൊരു ഇന്റർസെക്സിനോടോ, എനിക്കൊരു ഗേയോടോ ഒക്കെ പ്രണയം തോന്നാം, സെക്ഷൽ റിലേഷൻഷിപ്പും തോന്നാം, എനിക്ക് വിവാഹം കഴിക്കാനും തോന്നാം. അതൊക്കെ എന്റെ ആഗ്രഹമാണ്. അതായത് ഈ പറയുന്ന ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കിയ നിങ്ങൾ തന്നെ വളരെ ഡൈവേഴ്സിറ്റിയിൽ നിൽക്കുന്ന ഒരാളാ അല്ലേ? ഇപ്പൊ നിങ്ങള് സർജറി ചെയ്ത ഒരു സ്ത്രീ ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾ പറയുന്നു. പക്ഷെ കാണുന്ന നമ്മൾക്ക് നിങ്ങളെ സ്ത്രീ ആയിട്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കാണുന്ന നമ്മൾക്ക് നിങ്ങളെ സ്ത്രീ ആയിട്ട് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഐഡന്റിറ്റിയെയും അങ്ങനെ അംഗീകരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അവരെങ്ങനെയാണ് ആ പെർസ്പെക്റ്റീവിൽ വന്നത്? അവരെങ്ങനെയാണ് വിവാഹം കഴിച്ചത്? ഫോഴ്സ്ഫുൾ മാരേജ് ആയിട്ടാണ്, ബുദ്ധിമുട്ടായിട്ടാണ്? അവർ 2 or 3 വിവാഹം കഴിക്കട്ടെ. അതെങ്ങനെയാണെന്നൊക്കെ അവരുടെ ജീവിതം, ആ ജീവിതത്തെ കൊണ്ടുവന്ന് പൊതുസമൂഹത്തിൽ ഇട്ടെറിഞ്ഞിട്ടുള്ള അത് താല്പര്യമില്ല. ഒന്ന്, ഇവർക്കൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ടാണല്ലോ ഇവരൊക്കെ ഇതിങ്ങനെ സംസാരിക്കുന്നത്. ഇവർക്ക് ഇത്ര ഫോളോവേഴ്സോ ഇവർക്ക് ഇത്ര സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ആര് കേൾക്കാൻ പോവാനാ? അത് ഞാൻ പറയുന്നത്, ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആ പൊസിഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ പൊസിഷൻ മാത്രമാണ്. ഇവിടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സമരം ചെയ്തത് ആരാണ്, ഇവിടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എംപവറിങ് ചെയ്തത് ആരാണെന്നൊക്കെ ഇവിടുത്തെ കമ്മ്യൂണിറ്റീസിനെ അറിയാം, ഇത് ജനങ്ങൾക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സൊസൈറ്റിയുടെ ഇടയിൽ കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടാവും വിചാരിച്ചാൽ അത് പൂർണ്ണമായും കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഉണ്ടാവണം എന്നില്ല. അത് തന്നെയാണ് എല്ലാ കമ്മ്യൂണിറ്റിയും അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. അത് സീമതിന് മുമ്പ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തെറ്റായി പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്.